ഈയൊരു ഭാഗം മുതൽ 3-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായം തുടങ്ങുകയാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത് ബ്രഹ്മാവ് തപസ്സിരുന്നതിന് ശേഷം സർവേശ്വരനെ ഉള്ളിൽ ദർശിച്ചു. അങ്ങനെ ആ ഉള്ളിൽ ദർശിച്ച സർവേശ്വരനെ ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. ആ സ്തുതിയിൽ പ്രസീതനായ ഭഗവാൻ ബ്രഹ്മാവിന് വരം കൊടുക്കുന്നതുമായ ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് തുടർന്ന് കേൾക്കാം. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, ഒരുപാട് കാലം അങ്ങയെ ഉപാസിച്ചതിനാൽ ഇന്ന് അങ്ങയെ എനിക്കറിയാൻ കഴിഞ്ഞു. എന്നാൽ അങ്ങയുടെ പരമാർത്ഥമായ സ്ഥിതി അറിയാൻ കഴിയുന്നില്ല എന്നത് ശരീരികളുടെ ദോഷമാണല്ലോ. പക്ഷേ അങ്ങയിൽ നിന്ന് അന്യമായത് ഒന്നുമില്ല. ഉണ്ടെന്ന് തോന്നുന്നവയെല്ലാം ഉണ്മയല്ല. കാരണം അങ്ങയിൽ ലീനമായ മായാഗുണങ്ങളുടെ സങ്കലനം മൂലം അങ്ങ് ബഹുവിധത്തിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അവബോധത്തിൽ സർവ്വതിൻ്റെയും സത്തായതിൻ്റെ ഉദയം കൊണ്ട് അങ്ങ് ഏതു കാലത്തും അവിദ്യയാകുന്ന ഇരുളിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തെ ഈ സ്വരൂപം അങ്ങയെ ഉപാസിക്കുന്നവരുടെ അനുഗ്രഹത്തിനായി ആദിയിൽ സ്വയം സ്വീകരിക്കപ്പെട്ടതും അനവധ്യങ്ങളായ അവതാരങ്ങൾക്ക് ബീജമായതും ആകുന്നു. അതിനാലാണ് അങ്ങയുടെ നാഭിയിൽ നിന്ന് ഉടലെടുത്ത താമരയാകുന്ന ഭവനത്തിൽ നിന്ന് ഞാൻ ഉത്ഭവിച്ചത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അല്ലയോ പരമേശ്വര, ഭേദഭാവങ്ങളില്ലാത്തതും കേവലാനന്ദമയവും ആവരണമില്ലാത്ത പ്രകാശത്തോടു കൂടിയതുമായ അവിടുത്തെ നിർഗുണ സ്വരൂപത്തിൽ നിന്ന് വേറിട്ടതായിട്ട് അവിടുത്തെ ഈ സഗുണ സ്വരൂപം ഞാൻ കാണുന്നില്ല. അതിനാൽ അല്ലയോ ആത്മസ്വരൂപമായവനെ, ലോകത്തെ പ്രകാശിപ്പിക്കുന്നതും എന്നാൽ ലോകത്തിൽ നിന്ന് അന്യമായതും ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ആത്മസ്വരൂപമായതും ഏകമായതുമായ അങ്ങയുടെ ഈ രൂപത്തെ ഞാൻ എപ്പോഴും ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ ഭുവനങ്ങൾക്ക് മംഗളമരുളുന്നവനെ, ഉപാസന ചെയ്യുന്നവർക്ക് നല്ലതു വരുത്തുവാനായി ധ്യാനത്തിൽ മാത്രം നീന്തിരുവടി കാണിച്ചു തന്ന ഈ സ്വരൂപം ഉപാധികളെ ആശ്രയിക്കാത്ത അവിടുത്തെ ചിൽസ്വരൂപം തന്നെ. അങ്ങയുടെ ഈ സൽസ്വരൂപം കുതർക്കങ്ങളാൽ അനാദരിക്കുന്നവർ നരകയോഗ്യർ തന്നെ. ആയതിനാൽ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു, വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അല്ലയോ നാഥ, വേദമാവുന്ന കാറ്റിനാൽ പരക്കുന്ന ഭവാന്റെ പാതാരവിന്ദങ്ങളുടെ പരിമളത്തെ ആരൊക്കെ കർണങ്ങളിലൂടെ നുകരുന്നുവോ, സ്വഭക്തന്മാരായ അത്തരം പുണ്യവാന്മാരുടെ ഉത്കൃഷ്ട ഭക്തി കൊണ്ട് അവരുടെ ഹൃദയമാകുന്ന താമരയുടെ അകത്ത് പരമമായ ഭക്തിയോടെ അങ്ങയെ ഗ്രഹിക്കുന്ന അവരിൽ നിന്ന് അങ്ങൊരിക്കലും വിട്ടുപോകുന്നില്ല. ഈ ലോകം ഏതുവരെ ഭഗവാന്റെ പാദങ്ങളെ അഭയമായി കരുതുന്നില്ലയോ, അതുവരേക്കും ധനം, ഗൃഹം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവ ഹേതുവായ ഭയവും ദുഃഖവും ആശയും പരിഭവവും ധനത്തോടുള്ള അതിയായ ആഗ്രഹവും നിലനിൽക്കും. അതുവരെ ആർത്തി മൂലം ഉണ്ടാവുന്ന എൻ്റേത് എന്ന നിഷ്ഫലമായ ആഗ്രഹങ്ങളും നിലനിൽക്കുന്നു. സർവ്വ അശുഭങ്ങളും മാറ്റിത്തരുന്ന ഭഗവാന്റെ സന്ദേശങ്ങളെ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാനോ കാതുകൾ കൊണ്ട് കേൾക്കാനോ താല്പര്യം കാണിക്കാത്തവർ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടവരാകുന്നു. തുച്ഛമായ കാമസുഖത്തിനു വേണ്ടി ധനമോഹത്തിനടിമപ്പെട്ട ആ ദീനന്മാർ എപ്പോഴും ഈ ലോകത്തിന് ഒരു ഉപകാരവുമില്ലാത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലയോ അമിതമായ പരാക്രമങ്ങളോടു കൂടിയവനെ, തണുപ്പ്, ചൂട്, കാറ്റ്, മഴ എന്നിവയാലും വാതപിത്ത കഫങ്ങളാലും അന്യോന്യമുള്ള കാമത്തിനാലും അമിതമായ കോപത്തിനാലും എപ്പോഴും സ്വയം പീഡിതന്മാരായി കഴിയുന്ന ആ അത്തരം മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് തളർച്ച അനുഭവപ്പെടുന്നു. അല്ലയോ ഈശ്വര, ഇന്ദ്രിയങ്ങളുടെ മായാബലത്താൽ ജീവൻ തൻ്റെ ആത്മാവിനെയും ലോകത്തെയും വേറിട്ടതായി കാണുന്നിടത്തോളം കാലം ഭഗവാനാണ് എല്ലാറ്റിനും കാരണമെന്നത് അറിയാതെയും ഇരിക്കുന്നിടത്തോളം കാലം അവൻ സംസാരചക്രത്തിൽ നിന്ന് മോചിതനാവുകയില്ല. അങ്ങനെ അവൻ നിഷ്ഫലമായ ക്രിയകളിലേർപ്പെട്ട് ദുഃഖങ്ങളുടെ ഭാരങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലയോ ദേവ, പകലൊക്കെയും ഉപജീവനത്തിനും ഇന്ദ്രിയ തൃപ്തിക്കുമുള്ള കർമ്മങ്ങളിൽ മുങ്ങിക്ഷീണിച്ച ആളുകൾ രാത്രിയിൽ കിടക്കുമ്പോഴും അനവധി ആശകളും സ്വപ്നങ്ങളും പദ്ധതികളുമായി മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുമൂലം അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്നു. ദൈവകൃപയില്ലാതെ അവരുടെ സമ്പാദ്യക്രമങ്ങളും ജീവിത സംരംഭങ്ങളും നിഷ്ഫലങ്ങളായി പോകുന്നു. ഋഷിമാരെ പോലുള്ള മഹാന്മാർ പോലും അവിടുത്തെ സത്സംഗത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ജനന മരണ സംസാരത്തിൽപ്പെട്ട് അലഞ്ഞു തിരിയേണ്ടി വരുന്നു. ഭഗവാനെ,
വിശുദ്ധിയോടെ സത്യഭക്തിപൂർവം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തരുടെ ഹൃദയകമലത്തിൽ അങ്ങ് വസിക്കുന്നു. നാഥ, നിന്റെ മഹിമ നിരന്തരം കേൾക്കുന്ന ധ്യാനിക്കുന്ന ഭക്തന്മാർ അവരുടെ മനസ്സിൽ നിന്നെ എങ്ങനെയാണോ ധ്യാനിക്കുന്നത്, നീ കാരുണ്യപൂർവം അവരുടെ ആ രൂപം സ്വീകരിച്ച് അവർക്ക് ദർശനമരുളുന്നു. മനസ്സിൽ പലവിധമായ ആഗ്രഹങ്ങളോടെ വലിയ ആഡംബരങ്ങളോടും ഉപചാരങ്ങളോടും കൂടി അവിടുത്തെ പൂജിച്ചാൽ ദേവന്മാർക്ക് പോലും അങ്ങ് പ്രസാദിക്കുന്നില്ല. എന്നാൽ സർവപ്രാണികളുടെയും ഉള്ളിൽ ചൈതന്യമായി ഉറ്റ ബന്ധുവായും അവസ്ഥിതനായി ഏകനായിരിക്കുന്ന അവിടുന്ന് സകല ജീവനോടും അനുകമ്പയും കാരുണ്യവും കാണിക്കുന്നവരുടെ പ്രാർത്ഥനയിൽ ഏറെ പ്രസാദിക്കുകയും ചെയ്യുന്നു.